നമസ്കാരം. ന്യൂ ഏജ് ഐക്കൺ സീരീസിൻ്റെ പുതിയ സീസൺ അസറ്റ് ഹോംസ് ഒരുക്കുന്ന സൂപ്പർ സ്റ്റാർട്ടപ്സ് 2025-ൻ്റെ എലൈറ്റ് ക്ലബ് 25 പ്രഖ്യാപന വേളയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ചേരുന്ന അതിഥികൾ മുൻ എപ്പിസോഡുകളിലെ പോലെ തന്നെ ന്യൂ ഏജ് ന്യൂസിൻ്റെ ഡയറക്ടർ ശ്രീ അഭിലാഷ് ഐ ചാംസ്, അതോടൊപ്പം ന്യൂ ഏജ് ഐക്കൻ്റെ ടെക്നിക്കൽ സപ്പോർട്ട് നൽകുന്ന പിനോഫ് സോഫ്റ്റ്വെയറിൻ്റെ CEO മനു മാത്യു. വെൽക്കം. 10 ദിവസം മുമ്പ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ 50 പേരുടെ ഒരു പട്ടിക അവതരിപ്പിച്ചിരുന്നു. അതിൽ നിന്ന് കഴിഞ്ഞ 10 ദിവസങ്ങളായി പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ വോട്ടെടുപ്പിലൂടെ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച 25 പേരുടെ പട്ടികയാണ് ഈ എലൈറ്റ് ക്ലബ് 25-ൽ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഒരുക്കുന്നത്. ഇപ്പോൾ പോയ വാരം കഴിഞ്ഞ 10 ദിവസങ്ങളിൽ വോട്ടിങ്ങും അതിനോടനുബന്ധിച്ച കാര്യങ്ങളും പ്രേക്ഷക പ്രതികരണങ്ങളും എപ്രകാരമാണ് ലഭിച്ചതെന്നറിയാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടാകും. അതിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. നമുക്ക് മൊത്തം ഈ സീസണിൽ സൂപ്പർ സ്റ്റാർട്ടപ്പിന്റെ സീസണിൽ നമുക്ക് സൈറ്റ് വിസിറ്റ്സ് ഉണ്ടായിരിക്കുന്നത് 2,54,887 ആണ്. 2,54,887. അപ്പം 2,50,000-ത്തിലധികം സൈറ്റ് വിസിറ്റ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ദിവസങ്ങളിലായിട്ട് രണ്ട് റൗണ്ടുകളുമായിട്ട്. ഓക്കെ. അപ്പോൾ അതിനകത്ത് നമുക്ക് ടോട്ടൽ പോൾ ചെയ്ത വോട്ട്സ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത് വരെ 1,33,833 വോട്ടുകളാണ്. അതായത് 1,33,000-ത്തിലധികം യുണീക്ക് ആയിട്ടുള്ള ഗാഡ്ജറ്റ്സിൽ നിന്ന് വോട്ട് ഈ പറയുന്ന 50 പേർക്ക് വീണിട്ടുണ്ട്. രണ്ട് റൗണ്ടുകളിലായിട്ട് 50 കൂടെ കൂടി. ഓക്കെ. ഒരു ഘട്ടത്തിൽ മാത്രമല്ല, രണ്ട് ഘട്ടത്തിൽ. അതായത് 100 പേരുടെ പട്ടിക നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ഇതുവരേക്കാണ് ഇത്രയധികം. ഓക്കെ. അതിനകത്ത് ഈ സ്റ്റേജിൽ സൂപ്പർ 50 എന്ന് പറയുന്ന സ്റ്റേജിൽ 50-ൽ നിന്ന് 25-ലേക്ക് എത്തുന്ന ഈ ഒരു സ്റ്റേജിൽ നമുക്ക് വീണിരിക്കുന്നത് 44,333 വോട്ടുകളാണ്. ഏതാണ്ട് 50,000-ത്തോളം വോട്ടുകൾ ഈ പറയുന്ന സമയത്ത് വീണിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഒരു വീക്കെൻഡ് ഹോളിഡേ മൂഡും കൂടി ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ വോട്ടുകൾ കുറഞ്ഞത്. ആളുകൾ ഒരല്പം പിന്നെ എനിക്ക് തോന്നുന്നു അവർക്ക് കാണാം ആര് മുകളിൽ ആര് പുറകെ എന്നുള്ളത് ഓരോ വോട്ട് വീഴുമ്പോഴും അറിയാം. അപ്പൊ അവര് ചിലപ്പോ സൂക്ഷ്മമായി വീക്ഷിക്കുന്നുണ്ടാവും. ഞങ്ങളുടെ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു സൗഹൃദ സംഗമത്തിൽ ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോ മുന്നിലാണ്, അപ്പോ നോക്കാം എന്നുള്ള ഒരു ധാരണ ഉണ്ടാവുമോ? ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം നമുക്ക് എനിക്കൊന്ന് ലിസ്റ്റ് കുറച്ചും കൂടെ മുമ്പിലേക്ക് വരുമ്പോഴത്തേനും കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ കാര്യങ്ങൾ വരുമായിരിക്കും. അപ്പോ കഴിഞ്ഞ 10 ദിവസങ്ങളിൽ കിട്ടിയ വോട്ടിന്റെ രീതിയാണ് ഈ 44,000 എന്ന് പറയുന്നത്. സൂപ്പർ 50-ൽ നിന്ന് എലൈറ്റ് ക്ലബ് 25-ലേക്ക് എത്തുമ്പോഴുള്ള ഒരു കാര്യം. അപ്പൊ തീർച്ചയായിട്ടും പ്രേക്ഷകർ വളരെ ആകാംക്ഷ ഉണ്ടാവും, ആരാണ് അടുത്ത 25-ലേക്ക് എത്തിയത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പിന്തുണയിൽ തന്നെ നമ്മൾ 25 പേരുടെ പേരുകൾ അവതരിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത് മുൻഘട്ടങ്ങളിലേതുപോലെ തന്നെ 25-ൽ നിന്ന് 1-ലേക്ക് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ പ്രേക്ഷകർക്ക് അത് അറിയാം ഇതിനോടകം എങ്ങനെയാണ് ഈ ഒരു ഫ്ലോ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് 5 മത്സരാർത്ഥികളുടെ 5 പേർ ഇതിലെ ഈ ഒരു സംഗമത്തിൽ, ഈ ഒരു സൗഹൃദ സംഗമത്തിൽ വരുന്ന 5 പേരുടെ വെച്ചിട്ട് പേരുകളാണ് നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക. അപ്പോൾ ഒട്ടും സമയം കളയാതെ അവസാന 5, അതായത് 21 മുതൽ 25 വരെയുള്ള സ്ഥാനങ്ങളിൽ ആരാണ് ഇത്തവണ എത്തിയിരിക്കുന്നത്, അതായത് 50-ൽ നിന്ന് 25-ലേക്ക് എത്തുമ്പോൾ ആരാണ് 1 മുതൽ 25 വരെയുള്ളതിൽ അവസാന 5 പേർ ആരാണെന്ന് നമുക്ക് കാണാം. പ്രേക്ഷകർ ദയവായി നോക്കുക. Desindox Technologies, Healthcare, Decagon, Enterprise Tech, Cloud Physician Healthcare, Health Tech, iCore Pioneer Business Solutions, Software, Bio Ayurvedic Naturals, FMCG. അതെ, അപ്പോൾ നമ്മൾ അവസാന 5 പേരെ കണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രേക്ഷകരുടെ പല കാൽക്കുലേഷനും ഉണ്ടാകും വോട്ടിങ്ങിൽ. ഇപ്പോൾ അവസാന ഘട്ടത്തിൽ വോട്ടിംഗ് നിൽക്കുമ്പോൾ വന്നതിൽ ഇതിൽ ചിലർ തന്നെ അവിടെ ഉണ്ടായിരുന്നു, മറ്റു ചില സ്ഥാനങ്ങൾ മാറിയിട്ടും ഉണ്ടാവും, ചില സ്ഥാനങ്ങളിൽ മാറ്റങ്ങളുണ്ട്.
അപ്പൊ എന്തായാലും നമുക്ക് ഇത്തവണ മുന്നോട്ട് പോകുമ്പോൾ ഈ സ്ഥാന വ്യതിയാനത്തെക്കുറിച്ചും കൂടെ തീർച്ചയായിട്ടും നിങ്ങൾ സൂചിപ്പിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കഴിഞ്ഞ ഘട്ടത്തിൽ ഒരു സൂപ്പർ 50-ൽ എത്രയായിരുന്നു, അതിൽ നിന്ന് എത്ര മാറ്റം സംഭവിച്ചിട്ടുണ്ട് അടുത്ത ലെവലിലേക്ക് എന്നുള്ളതും കൂടി പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യം ഉണ്ടാകും. അതും കൂടെ നമ്മൾ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ പ്രേക്ഷകർ കണ്ടതുപോലെ ഇതിനകത്ത് 25ാമത്തെ സ്ഥാനത്ത് ഇത്തവണ വന്നിരിക്കുന്നത്, ആദ്യ 25-ൽ അവസാന ലാപ്പിൽ ഓടിയെത്തിയ ആൾ എന്ന് പറയുന്നത് ആള് ഡെസിൻഡോക്സ് ടെക്നോളജീസ് ആണ് 25ാമത്തെ സ്ഥാനം. ഡെസിൻഡോക്സ് ശരിക്കും പറഞ്ഞാൽ ഹെൽത്ത് കെയർ സെഗ്മെന്റിൽ നിന്നാണ്. അപ്പൊ അതിനകത്ത് ഒരു കഴിഞ്ഞ റൗണ്ടിൽ അവർ 21ാം സ്ഥാനത്താണ് സൂപ്പർ 50-ൽ. അതെ, അപ്പൊ ഒരു 4 സ്റ്റെപ്പുകളോട് പുറകോട്ട് 25ാം സ്ഥാനത്താണ് നിലവിൽ നിൽക്കുന്നത്. അപ്പൊ കഴിഞ്ഞ തവണ അവർ വർദ്ധിത വീര്യത്തോടെ 21 എന്ന് പറയുന്നിടത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ഇത്തവണ അല്പം ഒന്ന്, പക്ഷെ ഇനിയിപ്പോ ഈ അടുത്ത ഘട്ടത്തിൽ ഇവര് വോട്ട് ചെയ്യാത്തോ വോട്ട് കിട്ടാത്തോ ആയിരിക്കില്ല, മറ്റുള്ളവരുടെ ഒരു മത്സരം എങ്ങനെയുണ്ടെന്ന് തീർച്ചയായിട്ടും മനസ്സിലാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ഘട്ടത്തിൽ ഡെസിൻഡോക്സ് എങ്ങനെ ഈ ഒരു പെർഫോം ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു അവധി കഴിഞ്ഞ മൂടൊക്കെ മാറി കഴിയുമ്പോൾ അടുത്ത 10ലേക്ക് നീങ്ങുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക, അസറ്റ് ഹോംസ് ഒരുക്കുന്ന സൂപ്പർ സ്റ്റാർട്ടപ്സ് 2025-ന്റെ ഈ എലൈറ്റ് ക്ലബ് 25-ലെ അവസാന എൻട്രി, അതായത് 25ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഡെസിൻഡോക്സ് ടെക്നോളജീസ് ആണ്. ഒരു കാര്യം കൂടി പ്രേക്ഷകർ ഓർക്കണം, ഇതിൻ്റെ നമ്മളുടെ ഈ പ്രോഗ്രാമിൻ്റെ എക്കോസിസ്റ്റം പ്രായോജകർ കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ്. ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഒട്ടും വൈകാതെ 24ാമത്തെ സ്ഥാനത്തുള്ള ആളെ കാണാം. അത് ഡെക്കഗൺ ആണ്. അതും ശരിക്കും പറഞ്ഞ ഒരു എന്റർപ്രൈസ് ടെക് കാറ്റഗറിയിലാണ്. അവരും എനിക്ക് തോന്നുന്നു ചെറിയ ഡിഫറൻസ് ഉണ്ട്. അവരും ഈ പറഞ്ഞ പോലെ സൂപ്പർ 50-ല് 20ാം സ്ഥാനത്തായിരുന്നു. അവര് 4 സ്ഥാനം പുറകോട്ട് പോയിട്ട് 24ാം സ്ഥാനത്തേക്കാണ്. അപ്പൊ ഇത് കടുത്ത മത്സരം നടന്ന ആരോ ഇവരെയൊക്കെ മറികടന്നിട്ടുണ്ടെന്ന് നമ്മൾ വിചാരിക്കണം. അങ്ങനെ വിചാരിക്കേണ്ടി വരും. അതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ആയിട്ട് നിൽക്കുക. അതെ 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 അതെ, ആരാണ് ഈ മുന്നോട്ട് പോയിരിക്കുന്നത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവരെ പിന്നോട്ടടിച്ച ചില മത്സരാർത്ഥികളെ നമ്മൾ ഇനിയും കാണേണ്ടിയിരിക്കുന്നു. അതെ, അപ്പോ ഡെസിൻഡോക്സും ഡെക്കഗണും കഴിഞ്ഞ് നമുക്ക് 23ാമത്തെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് ക്ലൗഡ് ഫിസിഷ്യൻ ഹെൽത്ത് കെയർ ആണ്. ക്ലൗഡ് ഫിസിഷ്യൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഹെൽത്ത് കെയർ സെഗ്മെന്റിൽ നിന്നുള്ളതാണ്. അവിടെയും അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അവരും നേരത്തെ സൂപ്പർ 50-കകത്ത് 19ാം സ്ഥാനത്തായിരുന്നു. ഇപ്പൊ അവര് 23, വീണ്ടും ഡിഫറൻസ് 4 പോയിന്റ് പുറകോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇതിപ്പോ അപ്പൊ തീർച്ചയായിട്ടും പ്രേക്ഷകർ ഇത് ആരും ഒരു മുൻപത്തതുപോലെ ഉദാസീനമായി വോട്ട് ചെയ്തതൊന്നുമല്ല. വേറെ ആരുടെയോ ആരാധകർ വളരെ സജീവമായ രംഗത്തുണ്ടെന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ഇപ്പോൾ നമ്മൾ 25, 24, 23 സ്ഥാനങ്ങളിലുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ 22ലേക്ക് പോകുമ്പോൾ ഐകോർ ആണ് ആ ഒരു പൊസിഷനിൽ വന്നിരിക്കുന്നത്. ഐകോർ ഒരു ബേസിക്കലി ഒരു സ്പോർട്സ് മെക്കനൈസ്ഡ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോ അവിടെ നമുക്ക് ഏറ്റവും രസകരമായ സാധനം, നമ്മളില് ഇത്ര നേരം അന്വേഷിച്ചുകൊണ്ടിരുന്ന ആദ്യത്തെ കൾപ്രിറ്റിനെ നമുക്ക് അവിടെ കിട്ടി. ഒരു കൾപ്രിറ്റ് എന്ന് പോലും പറഞ്ഞുകൂടാ, ആദ്യത്തെ ചലഞ്ചിങ് ആയിട്ടുള്ള മുന്നേറ്റമാണത് ശരിക്കും, അല്ലേ? അതെ അതെ അതെ. ഈ മറ്റ് 3 പേരുടെ പിന്നോട്ടടിച്ചതിന്റെ ഒരു കാരണം ഇപ്പൊ നമുക്ക് പിടികിട്ടിയിരിക്കുന്നത്. എത്ര സ്ഥാനങ്ങളാണ് വ്യത്യാസം? അതായത് സൂപ്പർ 50-ൽ 36ാം സ്ഥാനവും ക്ലബ് 25-ൽ 22ാം സ്ഥാനവും. 36-ൽ നിന്ന് 22ലേക്കുള്ള 14 പോയിന്റാണ് ഐകോർ മുന്നോട്ട് കുതിച്ചിരിക്കുന്നത്. അപ്പോൾ ഐകോർ തീർച്ചയായിട്ടും തങ്ങളുടെ സാന്നിധ്യം മുന്നോട്ടേക്കുള്ള യാത്രയിൽ വളരെ സ്ട്രോങ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഞങ്ങൾ അവിടെ ഉണ്ട്, നിങ്ങളുടെ കൂടെയാണ്. ഒരു ഓട്ടമാണ്, മുന്നൊരുക്കമാണ്. അപ്പോൾ അടുത്ത ഘട്ടങ്ങളിൽ നമ്മൾ കാണേണ്ടി വരും. ഐകോറിന്റെ ഒരു വലിയ വെല്ലുവിളി ബാക്കിയുള്ളവർ നേരിടേണ്ടി വരും. പ്രത്യേകിച്ച് ഐകോറിന്റെ പിന്നിൽ ഇപ്പോൾ സ്ഥാനം കണ്ടെത്തുന്നവർ എന്തായാലും ഇവർ മാത്രമല്ല മുന്നോട്ടുള്ളവരും ഈ ഒരു രീതിയാണെങ്കിൽ കാണേണ്ടി വരും. അതെ, പ്രത്യേകിച്ച് നമ്മൾക്ക് ഒരു ഗാഡ്ജറ്റിൽ നിന്ന് ഒരു വോട്ട് ഓരോ ഘട്ടത്തിലും രേഖപ്പെടുത്താന്നുള്ളത് കൊണ്ട് കഴിഞ്ഞ 2 ഘട്ടങ്ങളിലും വോട്ട് രേഖപ്പെടുത്തിയവർ വീണ്ടും അടുത്ത ഘട്ടത്തിലേക്ക് വീണ്ടും അവരുടെ വോട്ട് രേഖപ്പെടുത്തി. അപ്പൊ നമ്മള് ഈ ആദ്യ 5 എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ പ്രഖ്യാപിക്കുന്ന 5 21 മുതൽ 25 വരെ ഉള്ളതിൽ 21 മുതൽ 25 വരെ ആ 5-ൽ 21ാമത്തെ സ്ഥാനത്തുള്ള എന്ന് പറയുന്നത് ബയോ ആര്യവേദിക് ആണ്. ബയോ ആര്യവേദിക് ശരിക്കും FMCG കാറ്റഗറിയിൽ നിന്നുള്ളതാണ്. അപ്പോൾ
അവിടെയും സൂപ്പർ 50ൽ അവർ 17ാം സ്ഥാനത്തായിരുന്നു. ക്ലബ് 25ലേക്ക് വന്നപ്പോഴത്തേനും നമുക്ക് അവർ 21ാം സ്ഥാനം. അവിടുത്തെ ഡിഫറൻസ് ഒരു നാല് സ്ഥാനം അവർ പുറകോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ 4ന്റെ കളിയാണ് തോന്നുന്നു. 4 അതെ, അതൊരു രസകരമായ കാര്യമാണല്ലോ. ഇത് ഇപ്പൊ മനു പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഡെസിൻഡോക്സ് 4 സ്ഥാനം പുറകോട്ട് ഇറങ്ങിയിരിക്കുന്നു, ഡെക്കഗൺ 4 സ്ഥാനം പുറകോട്ട് ഇറങ്ങിയിരിക്കുന്നു, ക്ലൗഡ് ഫിസിഷ്യൻ 4 സ്ഥാനം പിന്നോട്ട് ഇറങ്ങിയിരിക്കുന്നു. അതിനിടയ്ക്ക് ഒരു 14 സ്ഥാനം മുന്നേറ്റവുമായി ഐക്കോർ വന്നിരിക്കുന്നു. വീണ്ടും ഒരു 4 സ്ഥാനം പിന്നോട്ട് ബയോ ആയുർവേദിക്. പക്ഷെ അവരും ആദ്യ 25ൽ അവരുടെ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അവസാന 5, 21ാമത് ബയോ ആയുർവേദിക്, 22ാമത് ഐക്കോർ, 23ാമത് ക്ലൗഡ് ഫിസിഷ്യൻ, 24 ഡെക്കഗൺ, 25ാമത് ഡെസിൻഡോക്സ് എന്നുള്ളതാണ് ആദ്യ 25 പട്ടികയുടെ അവസാന 5 എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് മുന്നോട്ടേക്ക് എന്ത് എന്ന് പ്രേക്ഷകർക്ക് ഒരു ആകാംക്ഷ ഉണ്ടാകും. അതിനെ നമ്മൾ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് അടുത്ത 5, അതായത് 20 മുതൽ 15 മുതൽ 20 വരെയുള്ളത്. ഇപ്പോൾ നമ്മൾ 21 മുതൽ 25 വരെ ഉള്ളതാണ് കണ്ടത്. 16 മുതൽ 20 വരെയുള്ളത്, 16 മുതൽ 20 വരെയുള്ളത് ആരാണെന്ന് നമുക്ക് കാണാം. ClueTrack, Analytics, CareStack, HealthTech, Strava Technologies, SpaceTech, Hex20 Labs India, Space Technology, X-Travel Money, FinTech. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത 5 കണ്ടിരിക്കുകയാണ്. 16 മുതൽ 20 വരെ ഉള്ളത്. അതിൽ 20ാമത്തെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് ClueTrack ആണ്. ClueTrack ശരിക്കും പറഞ്ഞാൽ അനലിറ്റിക്സ് കാറ്റഗറി എന്നാണ് വന്നേക്കുന്നത്. അവരുടെ ഡിഫറൻസ് വീണ്ടും ഇത് 50ൽ 16, ക്ലബ് 25ലേക്ക് വരുമ്പോ 20 അപ്പൊ 16ൽ നിന്ന് 4, വീണ്ടും ഈ 4ന്റെ ഒരു കളിയാണ് ഇത് നടക്കുന്നത്. 4ന്റെ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത്. ഇനിയിപ്പോ പ്രേക്ഷകര് മുന്നോട്ട് പോകുമ്പോൾ ഇവര് 4 മുന്നോട്ടാണോ പുറകോട്ടാണോ എന്ന് ഊഹിക്കാൻ തുടങ്ങും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും അപ്പോ ClueTrack അങ്ങനെ ആദ്യ 25ൽ അവരുടെ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ 19ലേക്ക് പോകുമ്പോൾ CareStack ആണ് 19ാമത്തെ സ്ഥാനത്ത് വന്നിരിക്കുന്നത്. വീണ്ടും ഹെൽത്ത് ടെക് ആണ്. നമ്മൾ ഹെൽത്തിൽ നിന്ന് തന്നെ ഇപ്പൊ കഴിഞ്ഞ ഓൾറെഡി നമുക്ക് സ്റ്റാർ 100 മുതൽ ഹെൽത്തിന്റെ ക്വാണ്ടിറ്റി കൂടുതലാണ്. അതിനാനുപാതികമായിട്ട് ഇപ്പോഴും അവർ അതേപോലെ ഒരു നമ്പർ വരുന്നുണ്ടെന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും. ശ്രദ്ധിക്കുന്നുണ്ട്. അത് നല്ലൊരു മുന്നേറ്റമാണ്. അപ്പൊ CareStack ആണ് 19ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. വീണ്ടും കൗതുകരാന്ന് പറയാം. വീണ്ടും 4 ആണോ? വീണ്ടും 4 തന്നെ. സൂപ്പർ 50ൽ 15 ആയിരുന്നു, നിലവിൽ 19. വീണ്ടും ഡിഫറൻസ് 4 തന്നെയാണ്. അതെ, ഇനി പ്രേക്ഷകർ തെറ്റിദ്ധരിക്കേണ്ട, ഇത് ഞങ്ങൾ എന്തെങ്കിലും ഒരു 4ന്റെ കണക്ക് വെക്കുന്നതാണ്, ഇത് പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണെന്നൊന്നും ആരും ചിന്തിക്കരുത്. അങ്ങനെ ഒന്നുമില്ല. ഇത് വളരെ യാദൃശ്ചികമായി സംഭവിച്ച ഒരു കാര്യമാണ്. കാരണം നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ആ 4 മാറ്റാൻ നമുക്ക് പറ്റുമായിരുന്നെങ്കിൽ നമ്മൾ ആ 4ന്റെ കണക്കൊന്ന് മാറ്റിയാണ്. ഇതെന്തായാലും രസകരമാണ്. അപ്പൊ അടുത്ത ഒരു മാറ്റത്തിലേക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 18ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് Strava Technologies ആണ്. Strava Technologies സ്പേസ് ടെക്നോളജി സെഗ്മെന്റ് ആണ്. അതിനകത്ത് പെക്യുലാരിറ്റി എന്താണെന്ന് വെച്ചാൽ Strava അതിന്റെ സ്പേസ് പൊസിഷൻ കീപ്പ് ചെയ്തേക്കുവാണ്. അതായത് കഴിഞ്ഞ പ്രാവശ്യം 18ാം സ്ഥാനത്തായിരുന്നു, ഇത്തവണയും 18 തന്നെയാണ്. അപ്പൊ അതേ സ്ഥാനം കീപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രൽ ആണെന്ന് പറഞ്ഞാലും അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതെ, അത് സ്പേസ് ടെക് ആണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമ്മളുടെ മറ്റ് സ്പേസ് ടെക് എവിടെയെന്ന് ഇപ്പൊ തന്നെ ആളുകൾക്ക് മനസ്സിലാകും. കാരണം അടുത്ത് വന്നിരിക്കുന്നത് Hex20 Labs ആണ്, 17ാമത്. അതും സ്പേസ് ടെക് തന്നെയാണ് കാറ്റഗറി. പക്ഷെ അവർക്ക് വ്യത്യാസമുണ്ട് ചെറുതായിട്ട്. നേരത്തെ പറഞ്ഞാൽ മറ്റത് ന്യൂട്രൽ ആയിട്ട് നിൽക്കുമായിരുന്നെങ്കിൽ സൂപ്പർ 50ൽ ഇവർ 14ാം സ്ഥാനത്തായിരുന്നു, പക്ഷെ ക്ലബ് 25 വന്നിട്ട് അവർ 17ാം സ്ഥാനത്താണ്. അതായത് 3 ഡിഫറൻസ്, 4 വിട്ടു 3 ആയത് മാത്രം. അപ്പോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ സ്പേസ് ടെക്നോളജിയിൽ സ്ട്രാവ Hex20ക്ക് ഒരു വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. കാരണം ഈ 2 പേരുകൾ ഇപ്പോൾ അടുത്തടുത്താണ് വന്നിരിക്കുന്നത്. സെയിം ഡൊമൈൻ രണ്ടും അടുത്തടുത്താണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഒരാൾ സ്ഥാനം നിലനിർത്തിയപ്പോൾ മറ്റേയാൾ, എനിക്ക് തോന്നുന്നു പത്രമാധ്യമങ്ങളിൽ കൂടി
അടുത്ത കാലത്ത് കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചതാണ് X20. അപ്പോഴൊരു 3 സ്ഥാനം ഒരു പുറകോട്ടേക്ക് നീങ്ങിയിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിൽ എന്താണ് സംഭവിക്കുക നമുക്ക് നോക്കാം. എന്തായാലും അടുത്ത പേരുകാർ, അതായത് ഈ രണ്ടാമത്തെ 5-ൽ ആദ്യത്തെ പേരുകാർ, അതായത് 16ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് എക്സ് ട്രാവൽ മണിയാണ്. ഫിൻടെക് സ്റ്റാർട്ടപ്പ് ആണ്. അതെ, അത് അതിനും ഈ പറഞ്ഞ പോലെ താഴേക്കാണ്. അതായത് സൂപ്പർ 50-ൽ 13ാം സ്ഥാനത്ത് ഉണ്ടായിരുന്നവരാണ് ക്ലബ് 25-ൽ വന്നപ്പോഴത്തേക്കും 16ാം സ്ഥാനത്തേക്ക് എത്തുന്നത്. അപ്പോൾ 4 മാറി 3 ആയെന്നാണ്. കാരണം തൊട്ട് മുമ്പ് X20ക്കും 3 സ്ഥാനം പുറകോട്ടേക്ക് ആയിരുന്നെങ്കിൽ ഇപ്പോ എക്സ് ട്രാവൽ മണിക്കും ഒരു 3 സ്ഥാനം പുറകോട്ടേക്ക് വന്നിരിക്കുന്നു. ഇപ്പോ എക്സ് ട്രാവൽ മണി ഫിൻടെക് മുതൽ 20ാമത് ക്ലൂ ട്രാക്ക് ഒരു അനലറ്റിക്സ് പ്ലാറ്റ്ഫോം വരെയുള്ള 5 പേരെയാണ് ഇപ്പോൾ നമ്മൾ ഈ രണ്ടാം ഘട്ടത്തിൽ കണ്ടത്. ആദ്യ ഘട്ടത്തിൽ 21 മുതൽ 25 വരെയുള്ളത് കണ്ടു കഴിഞ്ഞ് 16 മുതൽ 20 വരെയുള്ളവരെയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞത്. പ്രേക്ഷകർക്ക് കൃത്യമായ ഒരു ധാരണ ഈ അസറ്റ് ഹോംസ് ഒരുക്കുന്ന സൂപ്പർ സ്റ്റാർട്ടപ്സ് 2025-ന്റെ അവസാന 10കാരെ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. 16 മുതൽ 25 വരെയുള്ളവരെയാണ് ഇതുവരെ നമ്മൾ കണ്ടത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അടുത്ത 5ലേക്ക് നമുക്ക് പോകാമെന്ന് തോന്നുന്നു. അതായത് 11 മുതൽ 15 വരെയുള്ള സ്ഥാനങ്ങളിൽ നിൽക്കുന്നത് ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം. Fabus Frames Arc, Fuselage Innovation, Agriculture Technology, Batmo, Health Technology, Nata Nutrico, Food Processing, Entry App, Education. അപ്പോൾ നമ്മൾ അടുത്ത 5 പേരെ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. മത്സരം കൂടുതൽ കടുക്കുകയാണ്. കാരണം നമ്മൾ ഈ ഒരു പൊസിഷനിൽ ഇതുവരെ കാണാത്ത പലരും ഇനി അടുത്ത പൊസിഷനിൽ ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ നമ്മൾ കണ്ടിരിക്കുന്ന 15 മുതൽ 11 വരെ ഉള്ളവരെ കാണുമ്പോൾ പ്രേക്ഷകർക്ക് കൂടുതൽ ആകാംക്ഷ ഉണ്ടാവും. ഇനിയും ചിലരെ കാണാറുണ്ട് ഇവരെവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം 15ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന ആളെ കുറിച്ച് ഒന്ന് കാണാം. ഫാബസ് ഫ്രെയിംസ് ആണ്. അതെ, ആർട്ട് സെഗ്മെന്റിൽ നിന്നാണ്. അവര് നിൽക്കുന്നത് സൂപ്പർ 50-ൽ 12ാം സ്ഥാനത്തായിരുന്നു. പക്ഷെ ഇപ്പോ ക്ലബ് 25-ലേക്ക് എത്തുമ്പോൾ അവർ 15ാം സ്ഥാനത്തേക്ക് എത്തി. വീണ്ടും 3ആണ്. ഇപ്പോ കഴിഞ്ഞ 2 മത്സരാർത്ഥികളുടെയും 3ന്റെ ഗെയിം തുടങ്ങിയിരുന്നു, 4 കഴിഞ്ഞ്. ഇനി അത് മുന്നോട്ട് പോകുമോ നമുക്ക് നോക്കാം. അപ്പോ ഫാബസ് ഫ്രെയിംസ് ആർട്ട് സെഗ്മെന്റിൽ നിന്നാണെങ്കിൽ അടുത്ത ആള് 14ാമത്തത് ഫ്യൂസലേജ് ഇന്നോവേഷൻസ് ആണ്. ഫ്യൂസലേജ് ഇന്നോവേഷൻസ് ശരിക്കും പറഞ്ഞാൽ അഗ്രിടെക് കമ്പനിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. നമുക്ക് കുറച്ചധികം അഗ്രിടെക് ഉണ്ടായിരുന്നു. അതിൽ ആദ്യം വരുന്ന പേരാണ് ഈ 25-ൽ ആദ്യത്തെ പേരാണ്. ഇതുവരെ വന്നതിൽ ഇവര് മാത്രമാണ് അഗ്രിടെക് നിൽക്കുന്നത്. മുന്നോട്ട് ആരെങ്കിലും ഉണ്ടോ നമ്മൾ നോക്കേണ്ടി വരും. ചെറിയൊരു ഇൻഡസ്ട്രി സെഗ്മെന്റ് കൂടെ ഉണ്ട്. നമ്മൾ നോക്കി നടന്ന ആളിൽ ഒരാളെ കണ്ടതെന്ന് തോന്നുന്നു. രണ്ടാമത്തെ ആളാണ് സൂപ്പർ 50-ല് 25ാം സ്ഥാനത്തായിരുന്നു. അപ്പൊ ക്ലബ് 25-ലേക്ക് വന്നപ്പോൾ അവർ 14ാം സ്ഥാനത്തായി. അതൊരു കടുത്ത മത്സരമാണ്. അടുത്ത മത്സരം 11 സ്ഥാനങ്ങളെല്ലാം മുന്നോട്ട് കയറിയിരിക്കുന്നു. 3ന്റെ 4ന്റെ ഒരു ഫ്യൂസലേജ് ഇന്നോവേഷൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫ്യൂസലേജ് ഇന്നോവേഷൻസ് ഒരു 11 സ്ഥാനമാണ് മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്നതെങ്കിൽ, മുന്നോട്ടേക്ക് കടന്നിരിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള ഇടിവാണ് മറ്റു ഭാഗങ്ങളിൽ ഉണ്ടാകുന്നത് നമ്മൾ കരുതേണ്ടി വരും. ആ ഒരു പൊസിഷനിൽ ഇപ്പൊ ഫ്യൂസലേജ് എന്തായാലും ഒരു ഞെട്ടിക്കുന്ന മുന്നേറ്റമാണ് ഈ ഘട്ടത്തിൽ നടത്തിയിരിക്കുന്നത്, പ്രത്യേകിച്ചും അഗ്രിടെക് ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് 14-ൽ നിന്ന് 13-ലേക്ക് പോകുമ്പോൾ ബാഗ്മോയാണ് 13ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ബാഗ്മോ ശരിക്കും ഹെൽത്ത് ടെക് തന്നെയാണ്. വീണ്ടും ഹെൽത്ത് കെയറിൽ നിന്ന് വന്നിരിക്കുന്നത്. നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ കൂടുതൽ കൂടുതൽ നമ്മളുടെ ഈ ലീഗിൽ 100-ലുണ്ടായിരുന്ന ഹെൽത്ത് സെഗ്മെന്റിൽ നിന്നായതുകൊണ്ട് അതിന് ആനുപാതികമായ ഒരു എണ്ണം ഓരോ ഘട്ടങ്ങളിലും വരുന്നുണ്ടെന്ന് വിചാരിക്കാം. ബാഗ്മോ ശരിക്കും സൂപ്പർ 50-ല് 10ാം സ്ഥാനത്തുണ്ടായിരുന്നതാണ്. അതിപ്പോ 13-ലാണ്. വീണ്ടും മൂന്നിന്റെ നമ്പർ 3-ലേക്കാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അതെ 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 അതെ. അപ്പോൾ നമുക്ക് ഇനി അടുത്തുള്ള ആളുകളെ കാണാം. 12ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് നാറ്റാ ന്യൂട്രിക്കോയാണ്. നാറ്റാ ന്യൂട്രിക്കോ ശരിക്കും ഫുഡ് പ്രോസസിംഗ് സെഗ്മെന്റിൽ നിന്നാണ്. അതെ, അത് നേരത്തെ സെയിം കാറ്റഗറി തന്നെ, 3ന് ഡിഫറൻസ് ആണ്. ശ്രദ്ധേയമായ മുന്നേറ്റം കാഴ്ചവെക്കുന്ന ഒരു സ്റ്റാർട്ടപ്പാണ് നാറ്റാ ന്യൂട്രിക്കോ അല്ലെ. പക്ഷേ ഇവിടെ മത്സരത്തിൽ 3 പൊസിഷന്റെ വ്യത്യാസം വീണ്ടും വന്നിരിക്കുന്നു. ശരിക്കും അവർ 9ാം സ്ഥാനത്ത് നിന്നവരാണ്. അതെ, കഴിഞ്ഞ ടേമിൽ സൂപ്പർ 50-ൽ 9ാം സ്ഥാനത്ത് നിന്നവരാണെന്നും കൂടി അവരിപ്പോ 12-ലേക്കാണ്. എനിക്ക് തോന്നുന്നു ഇതിനൊരു ഇൻഡിക്കേഷൻ കാണുന്നത് പലരും മേളിലേക്ക് അടുത്ത ഘട്ടത്തിൽ ആരൊക്കെ മുകളിലുണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അതായത് ആദ്യ 10-ൽ നമ്മളെ ഞെട്ടിക്കുന്ന മറ്റു ചിലരുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. അതെ, അപ്പൊ നാറ്റാ ന്യൂട്രിക്കോയിൽ നിന്ന് നമ്മൾ വളരെ പെട്ടെന്ന് 11ാം സ്ഥാനത്തേക്ക് പോകുന്നു. അതായത് ഈ ഘട്ടത്തിലെ ആദ്യ
ലീഡിംഗ് ആയിട്ടുള്ള ആളാരാണ് എന്നുള്ളത് അത് എൻട്രി ആപ്പാണ്. ഓക്കെ ഓക്കെ. അപ്പൊ എൻട്രി ആപ്പ് ശരിക്കും പറഞ്ഞാൽ എഡ്യൂക്കേഷൻ സെഗ്മെന്റിൽ നിന്നാണ്. അതെ. അവിടെയും ശരിക്കും 3ന്റെ ഡിഫറൻസ് ആണ്. സൂപ്പർ 50 8ാം സ്ഥാനത്തായിരുന്നു, നിലവിൽ അവര് 11ാം സ്ഥാനത്ത്. ഈ എൻട്രി ആപ്പ് മത്സരത്തിൽ സജീവമായിട്ടുണ്ട്, പക്ഷെ 8ൽ നിന്ന് 11ലേക്കാണ് എത്തിയിരിക്കുന്നത്. 100 തൊട്ട് തന്നെ അവര് വളരെ ശക്തമായിട്ടുണ്ട്. നല്ല മെജോറിറ്റി ടൈം അവർ ഒന്നിൽ ലീഡ് ചെയ്തവരാണ്. എന്തായാലും നോക്കാം നമുക്ക്. അപ്പോ 11 മുതൽ 15 വരെയുള്ളവരെയാണ് പ്രേക്ഷകർ ഇപ്പോൾ ഇതുവരെ കണ്ടിരിക്കുന്നത്. എൻട്രി ആപ്പ്, നട്ട ന്യൂട്രിക്കോ, ബാക്മോ, ഫ്യൂസലേജ് ഇന്നോവേഷൻസ് ആൻഡ് ഫാബസ് ഫ്രെയിംസ് ആർട്ടിൽ നിന്നുള്ള ഈ 5 പേരെയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞത്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് അടുത്ത ഘട്ടത്തിൽ ആരൊക്കെയാണ്, അതായത് 6 മുതൽ 10 വരെ മത്സരം കടക്കുന്നു, ടോപ്പ് ലെവലിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ സൂപ്പർ സ്റ്റാർട്ടപ്പ് 2025ന്റെ 6 മുതൽ 10 വരെ സ്ഥാനങ്ങളിലുള്ളത് ആരാണ് എന്നും നോക്കാം. ആക്രി ആപ്പ്, വേസ്റ്റ് മാനേജ്മെന്റ്, പ്ലേ സ്പോർട്സ്, ബൈലിൻ മെഡ്ടെക്, ഹെൽത്ത് കെയർ, ഐഹബ് റോബോട്ടിക്സ്, സൈലം ലേണിംഗ്, എഡ്യൂക്കേഷൻ. അപ്പോൾ അടുത്ത 5 പേരെ നമ്മൾ കണ്ടിരിക്കുകയാണ്. അതെ. പ്രേക്ഷകർ ഈ വോട്ടിംഗ് ഒക്കെ കൃത്യമായിട്ട് മുന്നേ നോക്കുന്നവരായിരിക്കുമല്ലോ തീർച്ചയായിട്ടും വോട്ടിൽ പങ്കെടുക്കും. അങ്ങനെയാണെങ്കിൽ അവർക്ക് ചില സർപ്രൈസ് എലമെന്റുകൾ ഈ ഘട്ടത്തിൽ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. അങ്ങനെ 10ാം സ്ഥാനത്ത് ഈ 25ൽ എലൈറ്റ് ക്ലബ് 25ന്റെ ഈ 25 പേരിൽ 10ാം സ്ഥാനത്തിൽ എത്തി നിൽക്കുന്നത് ആക്രി ആപ്പാണ്. ആക്രി ശരിക്കും പറഞ്ഞാൽ വേസ്റ്റ് മാനേജ്മെന്റ് സെഗ്മെന്റിൽ നിന്നാണ്. നമ്മുടെ ആദ്യത്തെ 100 പേരെ പ്രഖ്യാപിച്ച ആൽഫബറ്റിക് ഓർഡറിൽ പറഞ്ഞ ആദ്യത്തെ പേരുകാരായിരുന്നു. അപ്പൊ അവര് ശരിക്കും സൂപ്പർ 50ല് അവർ 7ാം സ്ഥാനത്തായിരുന്നു. ക്ലബ് 25ലേക്ക് വന്നപ്പോൾ 10ാം സ്ഥാനത്ത്. 3ന്റെ ഡിഫറൻസ്. പക്ഷേ 3ന്റെ ഡിഫറൻസ് ആണെങ്കിലും അവർ ആ മത്സരം അവിടെ നിർത്തുന്നുണ്ട്. ആദ്യ 10ലുണ്ട്. മത്സരം തുടങ്ങിയപ്പോൾ മുതൽ 1ാം സ്ഥാനം ഒരു മെജോറിറ്റി ടൈം ലീഡ് ചെയ്തവരാണ്. അതായത് എൻട്രി ആപ്പ്, ആക്രി അങ്ങനെ മാറി മാറിയൊക്കെ പല ഘട്ടങ്ങളിലും വോട്ടിങ്ങിൽ വന്നവരാണ്. ആപ്പ് എൻട്രിനേക്കാൾ കൂടുതൽ ആക്രി സ്ഥലത്ത് നിന്ന് കുറച്ചധികം സമയം നിന്നതാണ്. അപ്പോൾ അങ്ങനെ ആക്രി ആപ്പ് ആദ്യ 10ൽ നിന്ന് പുറത്തു പോകുന്നില്ല ഞങ്ങൾ എന്ന് പ്രഖ്യാപിക്കുന്നു അവരുടെ വോട്ടേഴ്സിലൂടെ. അപ്പോൾ ആക്രി ആപ്പാണ് 10ാമത് വന്നിരിക്കുന്നത്. നമ്മൾ 9ാമത് ആരാണ്? പ്ലേ സ്പോർട്സ് ആണ് 9ാമത് വന്നിരിക്കുന്നത്. പ്ലേ സ്പോർട്സ് ശരിക്കും പറഞ്ഞാൽ സ്പോർട്സ് സെഗ്മെന്റിൽ നിന്ന് തന്നെ വന്ന അടുത്തൊരു സ്റ്റാർട്ടപ്പ് ആണ്. അവര് ശരിക്കും പറഞ്ഞാൽ അവർ ഇംപ്രൂവ്മെന്റ് ആണ് കാണിക്കുന്നത്. 2 സ്റ്റെപ്പ് മുൻപോട്ട് കയറി. 2 സ്റ്റെപ്പ് മുമ്പോട്ടാണ്. സൂപ്പർ 50ൽ അവർ 11ാം സ്ഥാനത്തായിരുന്നു. ക്ലബ് 25ലേക്ക് വന്നപ്പോൾ അവർ 9ാം അപ്പോൾ അത് തെറ്റില്ലാത്ത ഒരു മത്സരമാണ്. കാരണം ആദ്യ 10ൽ കടന്നു എന്നുള്ളതാണ് അതിനകത്ത് അതൊരു ഇമ്പോർട്ടന്റ് സെഗ്മെന്റ്. അതെ 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 10 ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സെഗ്മെന്റ് ആണ്. കാരണം നമ്മളിത് അവസാനിപ്പിക്കുന്നത് ഡയമണ്ട് 10ലേക്കാണല്ലോ ഹോൾ ഓഫ് ഫെയിമില്. അപ്പൊ ആദ്യ 10ൽ നിലനിൽക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. മത്സരം ഇനിയും കടുക്കും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ. അപ്പോൾ അതിനകത്ത് ഒരു 2 പോയിന്റാണ് അവർ മുന്നോട്ട് കയറിയിരിക്കുന്നത്. 2 സ്ഥാനങ്ങൾ അവർ മുന്നോട്ട് കയറിയിരിക്കുന്നു പ്ലേ സ്പോർട്സ്. ഇനി നമ്മൾ 8ാമത് വന്നിരിക്കുന്നത് ബൈലിൻ മെഡ്ടെക് ആണ്. 8ാമത് വന്നിരിക്കുന്നത്. അത് അടുത്തത് വീണ്ടും ഹെൽത്ത് കെയർ സെഗ്മെന്റിൽ തന്നെയാണ്. വീണ്ടും ഹെൽത്ത് കെയർ ആണ്. അതെ. അവിടെ മുന്നേറ്റത്തിന് ഓരോ 2 സ്റ്റെപ്പ് പുറകോട്ടേക്കാണ് വന്നേക്കുന്നത്. എന്നാലും അവരവിടെ ഉണ്ട്. തന്നെയുണ്ട്. നേരത്തെ സൂപ്പർ 50ൽ 6ാം സ്ഥാനത്തായിരുന്നു. 6ൽ നിന്ന് ഇപ്പൊ 8ലേക്ക് എത്തി. 2 സ്ഥാനം പിന്നോട്ട് ഇറങ്ങിയിരിക്കുന്നു. പക്ഷെ അപ്പോഴും ആദ്യ 10ലുണ്ട്. ആദ്യ 10ലെ ഒരു ഹെൽത്ത് കെയർ സാന്നിധ്യമാണ് ബൈലിൻ മെഡ്ടെക് എന്ന് പറയുന്നത്. വളരെ സജീവമായിട്ട് നിൽക്കുന്നു. ഇനി നമ്മൾ 7ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഐഹബ് റോബോട്ടിക്സ് ആണ്. ഐഹബ് റോബോട്ടിക്സ് കാറ്റഗറി റോബോട്ടിക് സെഗ്മെന്റിൽ നിന്ന് തന്നെയാണ്. അതെ. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉള്ളത് ഡിഫറൻസ് എന്ന് പറഞ്ഞാല് സൂപ്പർ 50ല് അവർ 47ാം സ്ഥാനമാണ് അവര് ഹോൾഡ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഇപ്പൊ എത്തിയിരിക്കുന്നത് 7ാം സ്ഥാനത്താണ്. 40 സ്ഥാനങ്ങളാണ്. അപ്പോൾ ഇവിടെ ഒരു വലിയ ചേഞ്ച് ഈ ന്യൂ ഏജ് ഐക്കൺ സീരീസിൽ ഇത്തവണ 2025 ന്യൂ ഏജ് ഐക്കൺ സീരീസിൽ സൂപ്പർ സ്റ്റാർട്ടപ്പ് 2025 വലിയ ഒരു ചലഞ്ചിങ് ഫാക്ടറായിട്ട് ആദ്യ 100ൽ നിന്നും പിന്നെ 50ൽ വന്ന് അവിടെ നിന്ന് ഒറ്റയടിക്ക് 40 പോയിന്റുകൾ 40 സ്ഥാനങ്ങൾ ഇംപ്രൂവ് ചെയ്ത് 7ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഭയങ്കര ഗ്രാഫിക്കും കൂടിയാണ്. കാരണം വെച്ചാല് 50ൽ വേണമെങ്കിൽ അവർക്ക് ഔട്ട് ആകാമായിരുന്നു. 47 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്ജിലായിരുന്നു. അവിടെ നിന്നാണ് അവർ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്.
എനിക്കൊന്നും നമ്മൾ ഈ റൗണ്ടിലെ ഏറ്റവും കൂടുതൽ ഡിഫറൻസ് വന്നേക്കുന്ന ഇവർക്കാണ് ഇതുവരെ ഇതുവരെ ഇനി മുന്നോട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടി വരും. അതെ. അപ്പൊ ഇതുവരെയുള്ള ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മുന്നേറ്റം നടത്തിയിരിക്കുന്നത് ഐഹബ് റോബോട്ടിക്സ് ആണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വോട്ടേഴ്സിനെ ഏതായാലും ഇന്ന് ആഘോഷിക്കാം. കാരണം ഈ ഘട്ടത്തിൽ 7ാം സ്ഥാനത്ത് എത്തുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അപ്പോൾ അത് നിലനിർത്തി വളരെ പോസിറ്റീവായിട്ടുള്ള മുന്നേറ്റമാണ്. ഉറപ്പായിട്ടും മറ്റു മത്സരാർത്ഥികൾക്ക് അടുത്ത 10ലേക്ക് പോകുമ്പോൾ വലിയ വെല്ലുവിളി ഉയർത്താൻ പോകുന്ന ഒന്നായിരിക്കും ഐഹബ് റോബോട്ടിക്സ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ഈ ഘട്ടത്തിലെ ആദ്യ സ്ഥാനക്കാർ അതായത് 6ാം സ്ഥാനത്ത് എത്തിക്കുന്നത് സൈലം ലേണിംഗ് എഡ്യൂക്കേഷൻ. നമുക്കെല്ലാം സുപരിചിതമായ പേര് തന്നെയാണ്. എഡ്യൂക്കേഷൻ സെഗ്മെന്റിൽ നിന്നാണ് അതെ. വന്നേക്കുന്നത്. അവരും വലിയ ചേഞ്ചസ് വരുന്നില്ല, ഒരു സ്റ്റെപ്പ് ഡിഫറൻസ് വന്നിട്ടുണ്ട്. 5 നിന്ന് 6ലേക്ക്. അപ്പോഴും കടുത്ത മത്സരത്തിൽ അവിടെ തന്നെ ഉണ്ട് അവര്. സൈലം നോക്കുമ്പോൾ ആദ്യ ഘട്ടത്തിൽ അല്പം സ്ലോ ആയിട്ടാണ് തുടങ്ങിയതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ പിന്നീട് സൈലം 50ൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവസാന ഘട്ടത്തിൽ മുന്നോട്ട് വന്നു. ആ മുന്നോട്ട് വന്ന 5ാം സ്ഥാനം 6ാം സ്ഥാനത്തേക്ക് ഒരു സ്ഥാനം ഒന്ന് മാറിയിട്ടുണ്ട്. പക്ഷെ മജോറിറ്റി ടൈമിലും സൈലം ഒരു മത്സരാർത്ഥി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ്. അതെ. അപ്പൊ എന്തായാലും സൈലമാണ് 6ാം സ്ഥാനത്ത്. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകർ നോക്കുമ്പോൾ ഈ സൂപ്പർ സ്റ്റാർട്ടപ്സ് 2025-ൽ 6 മുതൽ 10 വരെ സ്ഥാനങ്ങളിലുള്ളവർ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. സൈലം, അതുപോലെ ഐഹബ് റോബോട്ടിക്സ്, അതുപോലെ ബൈലിൻ മെഡ്ടെക്, പ്ലേ സ്പോർട്സ് ആൻഡ് ആക്രി വരെയുള്ളവരാണ് 6 മുതൽ 10 സ്ഥാനങ്ങളിലുള്ളത്. ഇനി നമ്മൾ ഏറ്റവും വാശിയേറിയ ആദ്യ 10നെ കൃത്യമായി ഒന്ന് കാണാൻ പോവുകയാണ്. അതിൽ 6 മുതൽ ആദ്യ 10ലെ ഏറ്റവും ആവേശകരമായ ടോപ്പ് സെഗ്മെന്റിൽ ആരാണ് ഈ എലൈറ്റ് ക്ലബ് 25-ൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 5 പേർ എന്നുള്ളതാണ് പ്രേക്ഷക ആകാംക്ഷയ്ക്ക് വിരാമം ഇടാൻ നമ്മൾ പോവുകയാണ്. അപ്പൊ വളരെ പെട്ടെന്ന് നമുക്ക് ആ 5 പേരെ കണ്ടിട്ട് വരാം. Tushan, Agricultural Waste Management. Blueway, Food Processing. Benson Studios, Digital Entertainment. Flexi Cloud, Cloud Solutions. Let's go for a camp. Offbeat Travel. അപ്പൊ നമ്മള് അങ്ങനെ പ്രേക്ഷകരുടെ ആകാംക്ഷയ്ക്ക് വലിയ സസ്പെൻസ് ഒന്നും ഇല്ലാതെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് പറയുന്നത്. ശരിക്കും എനിക്ക് തോന്നുന്നത് ഈ ഘട്ടത്തിൽ അഭിലാഷ് നമ്മൾ ഒരു സർപ്രൈസ് ആയിട്ട് ഇതിനകത്ത് ഓരോരുത്തരുടെ പേരൊക്കെ പറയുന്നതായിരുന്നു നമുക്ക് നല്ലത്. അത് നമുക്ക് അടുത്ത ഘട്ടത്തിൽ അതിനെക്കുറിച്ച് ആലോചിക്കാം. അപ്പൊ ഇപ്പൊ എന്തായാലും പ്രേക്ഷകർ അധികം ആലോചിച്ച് തല പുകയേണ്ട. കാരണം മത്സരം ഇനി മുന്നോട്ട് കിടക്കുകയാണല്ലോ. അപ്പൊ ആദ്യ 5 സ്ഥാനങ്ങളിലുള്ളവരെ നമ്മൾ കൃത്യമായിട്ട് കണ്ടു. അതിൽ 5ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് തൂഷനാണ്. തൂഷൻ ശരിക്കും പറഞ്ഞാൽ അഗ്രികൾച്ചർ വേസ്റ്റ് മാനേജ്മെന്റ് സെഗ്മെന്റിൽ നിന്നാണ്. ചെറിയൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഇപ്പം പറയും. അതിനകത്ത് ഇത്രേ ഉള്ളൂ. കാരണം വെച്ചാല് 50-ൽ 48ാം പൊസിഷനിൽ നിന്നവരാണ്. അതെ. അവിടെ നിന്ന് അവരിപ്പോ നിൽക്കുന്നത് 5ാമത്തെ സ്ഥാനത്ത്. ആദ്യ 5-ലെത്തി. 43 പൊസിഷൻസ് ആണ് അവർ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ മുന്നേറ്റം നടത്തിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഐഹബിന്റെ 40 പോയിന്റിനേക്കാൾ കടത്തി വെട്ടിയ ഒരു മുന്നേറ്റമാണ് തൂഷൻ ഇവിടെ നടത്തിയിരിക്കുന്നത്. 43 സ്ഥാനങ്ങൾ ആണ് മെച്ചപ്പെടുത്തിയിരിക്കുന്നത്. അത് മെച്ചപ്പെടുത്തിയിട്ട് 5ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. തൂഷൻ ഉറപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾ വെറും വേസ്റ്റ് മാനേജ്മെന്റ് തൂഷനിലേ അല്ല, ഞങ്ങൾ അതിനപ്പുറം സ്ട്രോങ് ആണ് എന്ന് ആ ഒരു അർത്ഥത്തിൽ ഏറ്റവും വലിയൊരു മുന്നേറ്റമാണ് തൂഷൻ ഈ ഘട്ടത്തിൽ നടത്തിയിരിക്കുന്നത്. നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ഇനി മുന്നോട്ട് പോകുന്ന അടുത്ത 10ന്റെ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് തൂഷൻ ഈ മത്സരത്തിന്റെ ഈ ഒരു മുൻകൈ, ഈ ഒരു മേൽക്കൈ നിലനിർത്തുമോ ഇല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങൾ കാണാം. അപ്പൊ തൂഷനാണ് 5ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ 4ലേക്ക് പോകുമ്പോൾ അത് ബ്ലൂവേ ആണ്. ബ്ലൂവേ ശരിക്കും പറഞ്ഞാൽ ഫുഡ് പ്രോസസിംഗ് സെഗ്മെന്റ് അവർ ആ പൊസിഷൻ കീപ്പ് ചെയ്യുവാണ്. 4ാം സ്ഥാനം കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല. കാരണം ഒരു സ്ഥാനത്ത് എത്തുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് സ്ഥാനം താഴോട്ട് പോകാതെ നോക്കുക എന്നുള്ളത്. ഇപ്പൊ ബ്ലൂവേ എനിക്ക് തോന്നുന്നു 4ാം സ്ഥാനത്ത് വളരെ കടുത്ത മത്സരത്തിന് വിധേയമായിട്ടും അവിടെ പിടിച്ചു നിൽക്കുകയാണ്. കാരണം തൂഷൻ തൊട്ട് പുറകെ ഉണ്ട്. അപ്പൊ ഈ എത്ര വോട്ടിന്റെ വ്യത്യാസമാണ് എന്നുള്ളതൊക്കെ വളരെ മൈന്യൂട്ടാണ്. അപ്പോ ഓരോ ഘട്ടത്തിലും മാറി മറിയുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 10 നല്ല ശക്തമാകുന്നുണ്ട്. ആദ്യ 10 ഇനി അടുത്ത ലീഗ് മിക്കവാറും നല്ല കോമ്പറ്റീഷൻ സ്റ്റേജസുകളൊക്കെയാണ് കയറി വന്നിരിക്കുന്നത്. അപ്പൊ ഗ്ലൂവേ കഴിഞ്ഞ് പ്രേക്ഷകർ നോക്കുമ്പോൾ 3ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ബെൻസൺ സ്റ്റുഡിയോസ് ആണ്. ബെൻസൺ ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ എന്റർടൈൻമെന്റ് സെഗ്മെന്റിൽ നിന്നാണ്. അവർ നേരത്തെ സൂപ്പർ 50-ലും 1ാം സ്ഥാനത്താണ്. ഒന്നാം സ്ഥാനത്തായിരുന്നു. 1-ൽ നിന്ന് 3-ലേക്ക് എത്തി. അപ്പം ആരാണ് വെല്ലുവിളി? അതല്ല, അത് നമ്മൾ ഓൾറെഡി പ്രേക്ഷകർ കണ്ടു. അടുത്ത 2 പേര്
വളരെ കടുത്ത മത്സരം നടത്തിയിട്ടുണ്ട്. അതെ അതെ അപ്പോൾ അവരിലേക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ കൃത്യമാകും. എന്തായാലും ബെൻസൺ കടുത്ത മത്സരത്തിന്റെ കീഴിൽ തന്നെയാണെങ്കിലും 3-ാം സ്ഥാനത്ത് വരെ 1-ൽ നിന്ന് 3-ലേക്ക് എത്തി. അപ്പോഴും ആദ്യം 3-ലുണ്ട്. ചെറുതായിരിക്കുള്ളൂ. അതെ അതെ, ചെറിയ അവസാന നിമിഷത്തെ വോട്ടിന്റെ വ്യത്യാസമായിരിക്കും. അപ്പോൾ നമ്മൾ 2-ാം സ്ഥാനക്കാർ ഈ ബെൻസനെ പുറകിലോട്ട് അടിച്ച ആളുകളിൽ ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഫ്ലെക്സി ക്ലൗഡ് ആണ് 2-ാം സ്ഥാനത്തുള്ളത്. ഫ്ലെക്സി ക്ലൗഡ് ശരിക്കും പറഞ്ഞാൽ ക്ലൗഡ് സൊല്യൂഷൻ സെഗ്മെന്റിൽ നിന്നാണ് അവർ നിലയുറച്ച അതേ പൊസിഷൻ തന്നെ സൂപ്പർ 50-ൽ അതായത് ബ്ലൂവേ 4-ാം സ്ഥാനം നിലനിർത്തിയതുപോലെ തന്നെ 2-ാം സ്ഥാനം ഫ്ലെക്സി ക്ലൗഡ്. ഞങ്ങൾ ഇവിടെ നിന്ന് അനങ്ങില്ല എന്നാണ്. അതെ, മറ്റേ ഈ ഫെവിക്വിക്ക് പോലെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒട്ടും ഫ്ലെക്സിബിൾ ആകുന്നില്ല, ഞങ്ങൾ ഇവിടെ തന്നെയാണ്. അടുത്ത ഒരു ഘട്ടത്തിൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ 1-ാം സ്ഥാനം നോക്കാം എന്നുള്ളതാണ്. ഒന്നാം സ്ഥാനത്തേക്ക് കയറാൻ അതെ സാധ്യതയുള്ളതാണ്. പക്ഷെ 1-ാം സ്ഥാനക്കാരൻ 3-ാമതാവുകയും 2-ാം സ്ഥാനക്കാരൻ അവിടെ അതെ 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 അതെ. അപ്പോൾ ഇനി നമ്മൾ ഈ ഘട്ടത്തിൽ 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ലെറ്റ്സ് ഗോ ഫോർ എ ക്യാമ്പാണ്. അതായത് ഈ സൂപ്പർ സ്റ്റാർട്ടപ്സ് 2025-ന്റെ 1-ാം സ്ഥാനത്ത് 1 മുതൽ 25 വരെയുള്ളവരെ കാണുമ്പോൾ അതിൽ 1-ാം സ്ഥാനത്ത് ഇപ്പോൾ ഈ മത്സരത്തിൽ ഏറ്റവും മുന്നിലെത്തിയിരിക്കുന്നത് ലെറ്റ്സ് ഗോ ഫോർ എ ക്യാമ്പ്. ഓഫ് ബീറ്റ് ട്രാവൽ ആണ്. മിക്കവാറും ഈ വെക്കേഷൻസ് ഒക്കെ ആയിരിക്കും അവർ 1-ാം സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. അവരുടെ ആരാധകരും അവരുടെ ഫെസിലിറ്റി യൂസ് ചെയ്യുന്നവരും. അതെ അതെ. അപ്പൊ അതിൽ നിന്ന് അതായിരിക്കാം ഒരു പക്ഷെ അവരിപ്പോ നമ്മൾ ഒരു അന്വേഷണം നടത്തിയാൽ ഈ ഘട്ടത്തിൽ അവർ എത്ര ട്രാവൽ നടത്തുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈസ്റ്റർ തുടങ്ങി വിഷു വരെയുള്ള എല്ലാ ഹോളിഡേയ്സും അവർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം അവരുടെ സർവീസിൽ അവർ കൊടുക്കുന്ന ഒരു പാക്കേജുകളിൽ പ്രേക്ഷകർ അല്ലെങ്കിൽ അവരുടെ ഗുണഭോക്താക്കൾ അത്രയും സന്തോഷിക്കുന്നവരായിരിക്കും. ആ ഒരു പിന്തുണ ഉറപ്പിക്കേണ്ടി വരും. അപ്പൊ എന്താണ് അവരുടെ വോട്ടിംഗ് നില എങ്ങനെയാണ്? അവര് കഴിഞ്ഞ തവണ 3-ാം സ്ഥാനത്തായിരുന്നു, സൂപ്പർ 50-ൽ 3-ാം സ്ഥാനമായിരുന്നു. നിലവിൽ 1-ാം സ്ഥാനത്താണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഘട്ടത്തിൽ ബെൻസൺ സ്റ്റുഡിയോസും ലെറ്റസ് ഗോ ഫോർ എ ക്യാമ്പും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്ഥാനങ്ങൾ കൈമാറിയതാണ്. അതിനിടയിൽ ഫ്ലെക്സി ക്ലൗഡ് അനങ്ങാതിരിക്കും. അതാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു 1 മുതൽ 25 വരെയുള്ള സ്ഥാനക്കാർ ആരാണെന്നുള്ളത്. 1-ാം സ്ഥാനത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത് ലെറ്റ്സ് ഗോ ഫോർ എ ക്യാമ്പ് ആണെങ്കിൽ അവിടെ നിന്ന് 25-ാമത്തെ സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഡെസിൻഡോക്സ് ആണ്. അപ്പോൾ ലെറ്റ്സ് ഗോ ഫോർ എ ക്യാമ്പ് മുതൽ ഡെസിൻഡോക്സ് വരെയുള്ള ആളുകളാണ് എലൈറ്റ് ക്ലബ് 25 എന്ന ന്യൂ ഏജ് ഐക്കൺ സീരീസിൻ്റെ പുതിയ സീസണായ അസറ്റ് ഹോംസ് ഒരുക്കുന്ന സൂപ്പർ സ്റ്റാർട്ടപ്സ് 2025-ന്റെ എലൈറ്റ് ക്ലബ് 25 ഘട്ടത്തിൽ ഇത്രയും ആളുകളാണ് 25 സ്ഥാനങ്ങളിൽ യഥാക്രമം വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ കാത്തിരിക്കുക, കാരണം ഇത് ഇനിയും അവസാനിച്ചിട്ടില്ല. ഏറ്റവും വാശിയേറിയ അവസാന ഘട്ടം. അതായത് നമുക്ക് ഇത് കഴിഞ്ഞ് 8 മണി മുതൽ നമ്മുടെ വോട്ടിംഗ് സ്റ്റാർട്ട്. അതായത് ഇന്നിപ്പോ നമ്മളിത് ഈ ഒരു പ്രഖ്യാപന വേള കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ www.newagicon.com വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് 29-ാം തീയതി 29-ാം തീയതി വരെ പ്രേക്ഷകർക്ക് വോട്ട് ചെയ്യാം. 7 ദിവസം ഷാർപ്പ് 7 ദിവസം നമുക്ക് വോട്ട് ചെയ്യാം. അതെ. 29-ാം തീയതി എത്ര മണി വരെ? 7 മണി വരെ. 29-ാം തീയതി 7 മണിക്ക് ഞങ്ങൾ ഇതേ ഫ്ലോറിൽ തിരിച്ചു വരുമ്പോൾ അതുവരെ 8 മണി ആകുമ്പോഴത്തേക്ക് ആ ഒരു ടൈമിനുള്ളിൽ വന്നിട്ടുള്ള വോട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഓട്ടോമാറ്റിക്കലി സിസ്റ്റം കട്ട് ചെയ്യും. നമ്മൾ 30-ാം തീയതി ആ ഒരു 29-ാം തീയതി കഴിഞ്ഞാൽ നമ്മൾ 30-ാം തീയതിയാണ് നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ ഒരു ഗ്യാപ്പിന് ശേഷം 30-ാം തീയതി വൈകിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലെത്തും. അപ്പോഴാണ് ഈ ഒരു സീസണിൽ, അതായത് അസറ്റ് ഹോംസ് ഒരുക്കുന്ന സൂപ്പർ സ്റ്റാർട്ടപ്പ് 2025 എക്കോ സിസ്റ്റം പ്രായോജകരായിട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പിന്തുണ നൽകുന്ന വളരെ ആവേശകരമായ സ്റ്റാർട്ടപ്പുകളുടെ ഒരു സമ്മേളനം, ഒരു സൗഹൃദ സദസ്സ്. അതാണ് നമ്മൾ 100 പേരെ ഒരു 20 ദിവസം മുമ്പ് നമ്മൾ 100 പേരുടെ ഒരു ലിസ്റ്റ് കണ്ടു. ആ ലിസ്റ്റിൽ നിന്ന് 10 ദിവസം മുമ്പ് നമ്മൾ 50 പേരുടെ ലിസ്റ്റ് കണ്ടു. വീണ്ടും ഇന്ന് ഈ ഒരു 10 ദിവസത്തിന് ശേഷം നമ്മൾ 25-ന്റെ ഒരു ലിസ്റ്റുമായിട്ട് വന്നു. ഇനിയുള്ള 7 ദിവസമാണ്. 7 ദിവസങ്ങളിൽ പ്രേക്ഷകർ ആവേശത്തോടെ അവരുടെ വോട്ടിംഗ് തുടരുക. കാരണം ഇത് നമ്മുടെ അവസാന ഘട്ടമാണ്. ഈ ഒരു അവസാന ഘട്ടത്തിൽ ഡയമണ്ട് 10 എന്ന് പറയുന്നിടത്ത് അതിനെ നമ്മൾ ഹാൾ ഓഫ് ഫെയിം ആയിട്ട് പ്രഖ്യാപിക്കുകയും അവരാണ്
ആദരിക്കപ്പെടുന്ന 10 പേർ. അപ്പോൾ ഈ 25-ൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥി ആദ്യ 10-ൽ അവരെ എത്തിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുടെയും വോട്ടിങ്ങിലൂടെ മാത്രമാണ്. ഓർമ്മിക്കുക, ഇതിനു മുമ്പത്തെ ഘട്ടങ്ങളിലെല്ലാം വോട്ട് ചെയ്തവർക്കും ഈ ഘട്ടത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി അവരുടെ ഒരു ഗാഡ്ജറ്റിൽ നിന്ന് ഒരു വോട്ട് എന്ന ക്രമത്തിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത 7 ദിവസം ആവേശകരമായി നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തുക. 30-ാം തീയതി വൈകിട്ട് ഹാൾ ഓഫ് ഫെയിമിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ലിസ്റ്റുമായി ഞങ്ങൾ വീണ്ടും എത്തും. അതുവരെ കാത്തിരിക്കുക. ശുഭരാത്രി.